ഹലോ ഹായ്, റേ ഒപ്റ്റിക്സിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ചാപ്റ്ററിലെ വേറെ ഏത് ചോദ്യവും പഠിച്ചാൽ മതി. ലെറ്റ്സ് ബിഗിൻ. ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് ആണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതിൻ്റെ കൂടെ തന്നെ ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് മാത്തമാറ്റിക്കൽ എഴുതി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി. ഇനി അടുത്തത് അതിൻ്റെ രണ്ടാമത്തെ ലോ, ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ എഴുതി വെക്കുക. 2 മാർക്ക് ഭംഗിയായിട്ട് കിട്ടും. അടുത്ത ചോദ്യം പോവുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. എന്താ റിലേഷൻഷിപ്പ്? R = 2F അല്ലെങ്കിൽ F = R/2. അതിൻ്റെ പ്രൂഫാണ് 2 to 3 മാർക്ക്. അപ്പോൾ അതിനാദ്യം ഫിഗറാണ് നിങ്ങളതിൽ വേണ്ടത് കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺകേവ് മിറർ എടുക്കുന്നു, ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. ഇനി ഒരു ലൈറ്റ് റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പൽ ആക്സിന് പാരലായി കൊണ്ടുവരുന്നു. അയാൾ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്തതിനു ശേഷം ഫോക്കസിലൂടെ പോകും, പ്രശ്നമില്ലല്ലോ. ഇനി മറ്റൊരു റേ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ സെയിം പാത്തിൽ റിട്ടേൺ ചെയ്യുന്നു. ശരി, ഇനി ആംഗിൾസ് മാർക്ക് ചെയ്യുക കേട്ടോ. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. റീസൺ എഴുതേണ്ട കാര്യമില്ല, മനസ്സിലാക്കണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ആയിരിക്കും. ഇനി ഈ ടോട്ടൽ ആംഗിൾ 2θ ആയിരിക്കും. ഈ ടോട്ടൽ ആംഗിൾ 2θ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ആൾട്ടർനേറ്റീവ് ആംഗിൾ ഇയാളും 2θ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇയാൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണ്. അതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും തീറ്റ കിട്ടും. ഈ ഫിഗർ പഠിച്ചാൽ മതി. ഡെറിവേഷനിൽ അത് റീസൺ ഒന്നും സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഫിഗർ വരയ്ക്കുക. ഇനി നിങ്ങൾ ഒരു വാക്ക് എഴുതിയാൽ പെർഫെക്റ്റായി. ആ വാക്ക് ഇതാണ്. ഇവിടുത്തെ ആംഗിൾ തീറ്റയും 2θയും വളരെ സ്മോളാണ് നിങ്ങൾ എഴുതിയാൽ നല്ലത്. കാരണം നമ്മൾ ടാൻ തീറ്റ എടുക്കുമ്പോൾ ആംഗിൾ ചെറുതാകുമ്പോൾ അത് തീറ്റനോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി, ഇവിടെ ഈ DP എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ ഈ MD എടുക്കുന്നതിന് പകരം നമ്മൾ MP എടുത്താലും പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആണേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാൻ തീറ്റ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വലിയ ട്രയാംഗിളാണ് എടുക്കുന്നത്. ഈ വലിയ ട്രയാംഗിളാണ് എടുക്കുന്നത്. അപ്പോൾ തീറ്റയുടെ ഓപ്പോസിറ്റ് ആരാ? ടാൻ തീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് അല്ലേ? തീറ്റയുടെ ഓപ്പോസിറ്റ് ആരാ? MD ആണ്. നമ്മൾ അതിന് വരെ ആ രീതി MP എഴുതി, കുഴപ്പമില്ല. ഡിവൈഡ് ബൈ അഡ്ജസൻ്റ് ആരാ? ശരിക്കും CD ആണ്, പക്ഷേ നമ്മൾ അതിന് വരെ ആ രീതി CP എഴുതി, പ്രശ്നമില്ലല്ലോ. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടാൻ 2θയും മനസ്സിലാകും. ടാൻ 2θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാംഗിളാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ട്രയാംഗിൾ എടുക്കുന്നു. അപ്പോൾ 2θയുടെ ഓപ്പോസിറ്റ് ആരാ? MD ആണ്, പക്ഷെ നമ്മൾ ആരെടുത്താൽ മതി? MP എടുത്താൽ മതി. ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് FD ആണ്, പക്ഷെ നമ്മൾ ആരെടുത്താൽ മതി? FP എടുത്താൽ മതി. കഴിഞ്ഞു. അപ്പോൾ 1ഉം 2ഉം നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഇക്വേഷൻ 1നെ പിടിച്ച് ഞാൻ ഇക്വേഷൻ 2ൽ ഇൻസേർട്ട് ചെയ്യണം. അതായത് ഇവിടെ 2 × θ എന്നുണ്ട് അല്ലേ? ആ തീറ്റയുടെ സ്ഥാനത്ത് ഞാൻ ആരെ കൊടുക്കുകയാണ്? MP/CP കൊടുക്കുകയാണ്. സോ 2 × തീറ്റയ്ക്ക് വരെ ഞാൻ ആരെ കൊടുക്കുന്നു? MP/CP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു MP/FP. ആര് ക്യാൻസൽ ആവും? ഈ MP യും ക്യാൻസൽ ആയി. ഇനി നിങ്ങൾ നോക്കിക്കേ, ആരാണ് ഈ CP? ഈ CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അല്ലേ? അതല്ലേ റേഡിയസ് ഓഫ് കർവേച്ചർ. അതേപോലെ FP എന്ന് പറഞ്ഞാൽ ആരാ? അതല്ലേ ഫോക്കൽ ലെങ്ത്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. സോ കട്ട് ചെയ്തിട്ട് 2 × 1/CPക്ക് വരെ ഞാൻ R എഴുതി, 1/FPക്ക് വരെ F എഴുതി. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ R = 2F കിട്ടും. 2 മാർക്ക് പെർഫെക്റ്റ് ആയി. അടുത്ത ഡെറിവേഷനും ഇവിടെ നിന്നാണ്. ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, മീൻസ് ഈ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. മിറർ ഇക്വേഷൻ ഇക്വേഷൻ അറിയാം. 1/F = 1/V - 1/U. അപ്പോൾ ഇതിൻ്റെ പല ഫിഗേഴ്സിൻ്റെയും പല ഡെറിവേഷൻസ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ഡെറിവേഷനാണ് സാറ് പറഞ്ഞു തരുന്നത് കേട്ടോ. സോ ഒരു ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. ഒബ്ജക്റ്റ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പുറകിലായിട്ട് വെക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് വെച്ചു, ഒരു പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ റേ വരയ്ക്കുന്നു. അതെന്ത് ചെയ്യും? അത് ഫോക്കസിലൂടെ റിഫ്ലക്ട് ചെയ്ത് പോകും. റെഡി. ഇനി രണ്ടാമത്തെ ലൈൻ ഞാൻ വരയ്ക്കുന്നത് അതെന്താണ്? അത് പോളിലോട്ട് പോകുന്ന റേ ആണ് കേട്ടോ. പോളിൽ പോയാൽ എന്ത് ചെയ്യും? സെയിം ആംഗിളിൽ റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു വരും. സോ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പുറകിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കിട്ടും ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും ഫോക്കസിൻ്റെ ഇടയിൽ. ഫിഗർ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ഫിഗർ വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം. ഇനി ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യാം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U ആണ്, ഇമേജ് ഡിസ്റ്റൻസ് V ആണ്, ആൻഡ് ഫോക്കൽ ലെങ്ത് എന്താണ്? ദിസ് ഈസ് ദ ഫോക്കൽ ലെങ്ത്. ഈ ഫോക്കൽ ലെങ്ത് ആയിരിക്കും F. അപ്പോൾ ഇവർ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം അല്ലേ? പ്ലസ് ആണ് അല്ലേ? സോറി, ഞാൻ മിറർ ലെൻസ് ഇക്വേഷൻ ആയി എഴുതിയത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. റെഡി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ സിമിലർ ട്രയാംഗിൾ എന്നാണ് കൺസെപ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സിമിലർ ട്രയാംഗിൾ ഒന്ന് OBP ആണ്. OBP ആരാ? OBP എന്ന് പറഞ്ഞാൽ ആരാ? ഇതാണ് ഒരു ട്രയാംഗിൾ. OBP. അയാളെ സിമിലർ ട്രയാംഗിൾ ആരാ അറിയോ? അയാളെ സിമിലർ ട്രയാംഗിൾ ഇങ്ങനെയാണ്. IMP. ഇവ രണ്ടുപേരും സിമിലർ ട്രയാംഗിളാണ്. അങ്ങനെയാണെങ്കിൽ സിമിലർ ട്രയാംഗിളിലെ ഞാനിതാ ഈ IMന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ സിമിലർ ആരാ? OB. അപ്പോൾ IM / OB എഴുതി. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെയുള്ള IPക്ക് സിമിലറായിട്ട് ഇവിടെയുള്ള ആരാ? OP. അപ്പോൾ ഈക്വൽ ടു IP/OP. പ്രശ്നമില്ലല്ലോ. ഇക്വേഷൻ നമ്പർ 1. അതേപോലെ മറ്റൊരു സിമിലർ ട്രയാംഗിൾ ഞാൻ എടുക്കുകയാണ്. രണ്ടാമത് എടുക്കുന്ന സിമിലർ ട്രയാംഗിൾ ഏതാ അറിയോ? രണ്ടാമത് ഞാൻ എടുക്കുന്ന സിമിലർ ട്രയാംഗിൾ അത് ആ ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത് എടുക്കുന്ന സിമിലർ ട്രയാംഗിൾ IFM ആണ്. IF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സിമിലർ ട്രയാംഗിൾ ആരാ അറിയോ? അയാളെ സിമിലർ ട്രയാംഗിൾ അതിന് നേരെ ഓപ്പോസിറ്റുള്ള ശരിക്കും ഇങ്ങനെയാണ്, പക്ഷേ നമ്മൾ എന്തെടുത്താൽ മതി? നമ്മൾ P എടുത്താൽ മതി അല്ലേ? നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ സെയിം പരിപാടി. IMന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉള്ളത് ശരിക്കും NP ആണ്, പക്ഷേ NP എന്ന് പറഞ്ഞാൽ ആരാ?
ഒ ബി ആണ്. സോ ഐ എം ഡിവൈഡഡ് ബൈ എൻ പിക്ക് വരെ ഞാൻ ഒ ബി എഴുതി. അപ്പോൾ ഐ എം ഡിവൈഡഡ് ബൈ ഒ ബി ഈസ് ഈക്വൽ ടു ഐ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആരാ എഫ് പി. അപ്പോൾ ഐ എഫ് ഡിവൈഡഡ് ബൈ എഫ് പിക്ക് ഇക്വേറ്റ് ചെയ്യാം. പ്രശ്നമില്ലല്ലോ. എൽ എച്ച് എസ് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ആർ എച്ച് എസ് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ എൽ എച്ച് എസ് ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഐ പി ബൈ ഒ പി ഈസ് ഈക്വൽ ടു ഐ എഫ് ബൈ എഫ് പി. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐ പി എന്ന് പറഞ്ഞാൽ ആരാ? ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാ? വി ആണ്. അതേപോലെ എഫ് പി എന്ന് പറഞ്ഞാൽ എഫ് ആണ്, മറ്റു കാര്യങ്ങളൊക്കെ യു ആണ്. അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ബൈ യു ഈസ് ഈക്വൽ ടു വി മൈനസ് എഫ് വരും. അതെങ്ങനെയാണ് ഈ ഐ എഫ് എങ്ങനെ വി മൈനസ് എഫ് വരുന്നത്? എടാ ഐ എഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് മൊത്തം വി ആണ്, ഇത്രയും ഭാഗം എഫ്. അപ്പോൾ ഇത്രയും ഭാഗം എന്തായിരിക്കും? വിയിൽ നിന്ന് എഫ് മൈനസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ എന്താവും? വി എഫ് ഈസ് ഈക്വൽ ടു യു വി മൈനസ് യു എഫ് എന്ന് കിട്ടും. ഇനി ഈ ടേമിലെ എല്ലാ ടേമിനെയും ഞാൻ എന്ത് ചെയ്യുന്നു? യു ഇൻറ്റു വി ഇൻറ്റു എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ യു ഇല്ലേ അല്ലേ? അപ്പോൾ അവിടെ 1/u വരും ഈക്വൽ ടു ഇവിടെ ആരല്ലാത്ത എഫ് അല്ലാത്ത, അപ്പോൾ 1/f വരും. ഇവിടെ ആരല്ലാത്ത വി, അപ്പോൾ അവിടെ 1/v വരും. ഇനി ഈ മൈനസിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ? ഫൈനൽ ആൻസറായി 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v. ഗോട്ട് ഇറ്റ്? ക്ലിയർ അല്ലേ? അപ്പോൾ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. എല്ലാവർക്കും റേബ്രിക്സിന് 14 മാർക്ക് കിട്ടട്ടെ. ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. ഒന്ന് ഷെയർ ചെയ്യണം, ഒരു മടിയും കാണിക്കേണ്ട. അടുത്ത സ്നെൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സ്നെൽസ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫിഗർ വരച്ചില്ലെങ്കിലും ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. റേഷ്യോ ഓഫ് സൈൻസ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റേഷ്യോ ഓഫ് സൈൻസ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റാണ്. പല ആൾക്കാരും റേഷ്യോ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എഴുതും. അതല്ല, റേഷ്യോ ഓഫ് സൈൻസ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് എഴുതണം. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്. അത് N1 നിന്ന് N2 എന്ന് പറഞ്ഞ മീഡിയത്തിലൂടെയാണ് ലൈറ്റ് റേ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു N2 ബൈ N1. അതിൽ ചുമ്മാ എ കോൺസ്റ്റന്റ് എന്ന് എഴുതിയാലും മാർക്ക് തരും കേട്ടോ. സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ നിങ്ങളോട് സ്റ്റേറ്റ് ചെയ്യാൻ പറയും. സ്നെൽസ് ലോ പഠിച്ചെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ ലോ സ്നെൽസ് ലോ ആണ്. അപ്പോൾ സ്നെൽസ് ലോ തന്നെ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഒന്നാമത്തെ ലോ ആയിട്ട് എന്ത് എഴുതാം? നമ്മൾ റിഫ്ലക്ഷനിൽ പഠിച്ച പോലെ ഇൻസിഡൻറ്റ് റേ റിഫ്ലക്റ്റഡ് റേന് പകരം ഇവിടെ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ എഴുതിയാൽ 2 മാർക്ക് കിട്ടി. സോ ഇതൊക്കെ വളരെ കണക്റ്റഡ് ആയിട്ട് ഈസി ആയി തോന്നില്ലേ? റെപ്റ്റീസ് ടഫായിട്ട് തോന്നുന്നുണ്ടോ? ഈ മൊമെൻറ്റിൽ ടഫായിട്ട് തോന്നുന്നവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ചൊക്കെ എളുപ്പമായില്ലേ? ഇനി ഡെറിവേഷൻസ് പഠിച്ചാൽ പോരെ? അതും എളുപ്പമുള്ള ഡെറിവേഷൻസ് ആണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനേഷൻ വരയ്ക്കുന്നതിന് മുമ്പ് ഫിഗർ വരയ്ക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. N1 നിന്ന് N2 പോകുന്നതെങ്കിൽ N1 N2 കൂടുതലായിരിക്കും. സോ ഡെൻസർ നിന്ന് റയറർ മീഡിയത്തിലോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇയാളാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക? അല്ല, ഇയാളാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. ആ സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. സോ ക്രിട്ടിക്കൽ ആംഗിൾ 90 ഡിഗ്രി അല്ല, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആക്കുന്ന ഇൻസിഡൻറ്റ് ആംഗിളിനെ വിളിക്കുന്നവരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഡെഫിനേഷൻ ആയിട്ട് ഇവിടെ ഉണ്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം വെൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90. അതിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. ഇതിലൊരു ഡെറിവേഷൻ കൂടി വരും. ഈ ഇയാളെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഇല്ലേ? ഇയാളെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് കാണാനൊരു ഡെറിവേഷൻ കൂടി ഉണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങൾ സ്നെൽസ് ലോ എടുത്തോ. സൈൻ ഐ സി ഡിവൈഡഡ് ബൈ സൈൻ 90 ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയർ ആണ്. അതായത് N2 വാല്യൂ 1 ആണ്. N1 വാല്യൂ എന്തായിരിക്കും? N നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? N2 ബൈ N1 എന്നാ. N2 സ്ഥാനത്ത് 1 കൊടുക്കുക, N1 സ്ഥാനത്ത് N എന്ന് കൊടുക്കുക. അപ്പോൾ സൈൻ 90 വാല്യൂ 1 ആണ്. അപ്പോൾ സൈൻ ഐ സി ഈക്വൽ ടു 1 ബൈ N. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എക്സ്ചേഞ്ച് ചെയ്തോ. N ഈക്വൽ ടു 1 ബൈ സൈൻ ഐ സി. 2 മാർക്കിൻ്റെ ഡെറിവേഷൻ ആണ്. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് കാൽക്കുലേറ്റ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ടതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ഡെൻസർ ടു റയറർ മീഡിയ ആയിരിക്കണം പോകേണ്ടത്. N1 N2 പോകുന്നതെങ്കിൽ N1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ N2. ഡെൻസർ ടു റയറർ ഒരു ലൈറ്റ് റേ പോകുന്ന സമയത്ത് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇല്ലേ, അത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ മൂപ്പർ എന്ത് ചെയ്യും? സെയിം മീഡിയത്തോടെ റിഫ്ലക്ട് ബാക്ക് ചെയ്യും. ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. TIR എന്ന് ഷോർട്ടായി വിളിക്കും. സോ വെൻ ലൈറ്റ് എൻഡേഴ്സ് ഫ്രം ഡെൻസർ ടു റയറർ മീഡിയം, അത് ശ്രദ്ധിക്കണം, ഡെൻസർ ടു റയർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. സെയിം മീഡിയത്തോടെ റിഫ്ലക്ട് ബാക്ക് ചെയ്യും. സോ ദിസ് ഇസ് നോൺ ആസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി അതിന്റെ അപ്ലിക്കേഷൻ എന്താ? അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഏറ്റവും മുതൽ പഠിക്കാനുള്ളത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്. സോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കോർ ഉണ്ടാവും, നടുഭാഗത്തൊരു കോർ ഉണ്ടാവും. ഈ കോറിന് എന്തായിരിക്കും? റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. രണ്ട് സൈഡുള്ള ക്ലാഡിങ്ങിന് എന്തായിരിക്കും? റിഫ്രാക്റ്റ് ഇൻഡെക്സ് കുറവായിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക ആംഗിളിൽ വരുന്ന സമയത്ത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കും, റിഫ്ലക്ട് ചെയ്യും, വീണ്ടും റിഫ്ലക്ട് ചെയ്യും, വീണ്ടും റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കണ്ടിന്യൂസ് ആയി നടന്നിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ടെലി കമ്മ്യൂണിക്കേഷനാണ്, മറ്റൊന്ന് മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഡയറക്റ്റ് ചോദ്യമാണ്. ഇനി ഇയാൾ എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാനുള്ള റീസണും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ചീപ്പാണ്, ഫാസ്റ്റാണ്, വളരെ കുറഞ്ഞ എനർജി ലോസേ ഉള്ളൂ, പിന്നെ ഒരുപാട് സിഗ്നൽസ് നമുക്ക് സെയിം വയേഴ്സ് യൂസ് ചെയ്തിട്ട് കോപ്പർ വയേഴ്സിനേക്കാൾ കൂടുതൽ നമുക്ക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓർത്ത് വെക്കാം കേട്ടോ. ചോദ്യം വരാറുണ്ട് 2 to 3 മാർക്ക്. ഇനി പ്രിസത്തിൻ്റെ ടോപ്പിക്കാണ്. പ്രിസത്തിൻ്റെ ടോപ്പിക്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ID കർവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളത്. സോ ID കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാം. നമ്മൾ അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ എടുക്കുന്ന ആരാ, നമ്മൾ എക്സ് ആക്സിലാണ്, വൈ ആക്സിസിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് കേട്ടോ. സോ എക്സ് ആക്സിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, വൈ ആക്സിസിലാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. മാറിപ്പോയത് തെറ്റി. അപ്പോൾ ഈ ഗ്രാഫിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി ചോദിക്കും. എക്സ്പ്ലനേഷൻ ഇതാണ്. ആദ്യം ഷേപ്പ് ആലോചിക്കുക. ഷേപ്പ് ഇതാ ഇങ്ങനെ വരും, ഒരു മിനിമം വാല്യൂ എത്തി പിന്നെയും കൂടി പോലെ. അപ്പോൾ ഇങ്ങനെ ഒരു കർവാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുക, തുടക്ക ഭാഗത്ത് I കൂടുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയാണ് കേട്ടോ. സോ തുടങ്ങുമ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അങ്ങോട്ട് കൂടുന്തോറും ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയാണ്. കുറഞ്ഞ് പുള്ളി എന്താവും, ഒരു മിനിമം വാല്യൂ എത്തും. അപ്പോൾ മിനിമം വാല്യൂ എത്തി, പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ അങ്ങോട്ട് ഗ്രാഫ് പോകുന്തോറും ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്താണ്, കൂടി പോവാണ് അല്ലേ. അപ്പോൾ അറ്റ് ഫസ്റ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയും, ദെൻ ഇറ്റ് റീച്ചസ് എ മിനിമം വാല്യൂ, ദെൻ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇൻക്രീസസ്. ദാറ്റ് മീൻ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്തുണ്ട്, ഒരു മിനിമം വാല്യൂ ഉണ്ട്. ആ മിനിമം വാല്യൂയിൽ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ വരയ്ക്കാനും പഠിക്കാം കേട്ടോ. ഇനി അറ്റ് മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻസ് പഠിക്കാൻ നിങ്ങൾ പോകരുത്. മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ സ്മോൾ ലെറ്റർ ഡി ഇല്ലേ, ഈ സ്മോൾ ലെറ്റർ ഡീനെ ക്യാപിറ്റൽ ലെറ്റർ ഡി എന്നാണ് വിളിക്കുക. ആ സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് ഫിഗർ ഉണ്ട്, അടുത്ത ഫിഗർ പറയുന്നുണ്ട്, അതിൽ R1ഉം R2 ഈക്വൽ ആയിരിക്കും. കോമൺലി നമുക്ക് R എന്ന് വിളിക്കാം. ഈ കണ്ടീഷൻ ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഡെറിവേഷൻ തെറ്റും. ക്ലിയർ ആക്കണം. ഫിഗറിൽ ബാക്കി എല്ലാ ടേംസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നേരെ പോകുന്നു. ലൈക്ക് അടിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ലൈക്ക് അടിക്കുക, ഒന്നും കൂടി ഷെയർ ചെയ്യണേ, ഒന്ന് ഉറപ്പ് വരുത്തുക, ഷെയർ ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരു 3 to 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം ഫിഗർ വരയ്ക്കണം. ഫിഗർ വരയ്ക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രിസം എടുക്കുന്നു. പ്രിസത്തിന് വെച്ചിരിക്കുന്നത് എയറിലാണ്. പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് N ആണ് കേട്ടോ. സോ എയറിൽ വെച്ചൊരു പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് N ആണ്. ഒരു ഇൻസിഡൻ്റ് റേ കടന്നു വരുന്നു, അത് ഈ സർഫസിൽ കടന്നു വരുന്നു. ഇതായിരിക്കും അവിടുത്തെ നോർമൽ. അപ്പോൾ ഇതായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പ്രശ്നമില്ലല്ലോ. അയാൾ എവേ ഫ്രം നോർമൽ ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ അയാൾ ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കടന്നു പോകും അല്ലേ. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് എയറിലോട്ട് കിടക്കാൻ പോകും അല്ലേ. ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് എയറിലോട്ട് കിടക്കാൻ പോവാണ് അല്ലേ. ഇവിടെ ടുവേഴ്സ് നോർമൽ, ഞാൻ പറഞ്ഞ് മാറിപ്പോയി. അപ്പോൾ ഗ്ലാസിനുള്ളിൽ നിന്ന് എയറിലോട്ട് കിടക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും, എവേ ഫ്രം നോർമലും. അപ്പോൾ ഇയാൾ വീണ്ടും ഇങ്ങോട്ട് റിഫ്രാക്ട് ചെയ്യും. സോ ഇതാണ് ഇൻസിഡൻ്റ് റേ, ഇതാണ് പുറത്തോട്ട് പോകുന്ന റേ. അതിനെ എമർജൻറ്റ് റേ എന്ന് വിളിക്കും. ഈ പുറത്തോട്ട് പോകുന്ന റേനെ എമർജൻറ്റ് റേ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, അതിനെ ആംഗിൾ ഓഫ് എമർജൻസി എന്ന് വിളിക്കും. സോ ആംഗിൾ I, ആംഗിൾ E. ഇത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനിൽ ഈ ആംഗിൾ Iയും ഈ ആംഗിൾ Eയും ഈക്വൽ ആയിരിക്കും. ഇനി ഡെറിവേഷൻ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നോർമൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, ഇവിടെ എത്തുന്നു, ഈ നോർമൽ കണ്ടിന്യൂ ചെയ്യുന്നു, രണ്ടും കൂട്ടിമുട്ടി. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് R1, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് R2. കഴിഞ്ഞു. ഇനി ഈ നോർമലില്ലേ, ഈ ഇൻസിഡൻ്റ് റേ ഇല്ലേ, അയാൾ ഇങ്ങനെ പോകുമായിരുന്നു. ഈ എമർജൻറ്റ് റേ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇൻസിഡൻ്റ് റേ ഇങ്ങനെ പോകുന്നു, എമർജൻറ്റ് റേ ഇങ്ങനെ പോകുന്നു. ഇവർ രണ്ടുപേരും ഡോട്ടഡ് ഇട്ട് വരച്ചാൽ ഇവിടെ കൂട്ടിമുട്ടി അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ ഡീനെ വിളിക്കുന്നവരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇതിൻ്റെ സ്പെഷ്യൽ കേസാണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. സെറ്റ് അല്ലേ. ഇനി നമുക്ക് നേരെ ഫിഗറിലോട്ട് കിടക്കാം. ഈ ഫിഗറിൽ നിന്ന് അതിൻ്റെ റീസൺ സ്റ്റേറ്റ് ചെയ്യൊന്നും വേണ്ട. ഈ ആംഗിൾ എൻ്റെയും ഈ ആംഗിൾ എൻ്റെയും ഈ ആംഗിൾ QNR ഇല്ലേ, ഈ ആംഗിൾ എൻ്റെ ഓപ്പോസിറ്റ് ആരാ QNR, അതിന് രണ്ടിൻ്റെയും സമ്മ് 180 ആയിരിക്കും കേട്ടോ. കോഡിലേറ്ററിൻ്റെ ബാക്കി രണ്ടും റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ആംഗിൾ എയും QNRും സം ചെയ്താൽ 180 കിട്ടും. സിമിലർലി ഈ R1ഉം R2ഉം കൂട്ടി ഈ QNRോട് കൂട്ടിയാൽ അതും 180 കിട്ടും അല്ലേ. ട്രയാങ്കിളിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾ 180. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഈ QNR = 180, QNR = 180. അപ്പോൾ നമുക്ക് മനസ്സിലായി ആംഗിൾ എയും R1 + R2 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് റിലേഷൻഷിപ്പ് കിട്ടി, ആംഗിൾ A = R1 + R2. ഇനി മറ്റൊന്ന് അതിൻ്റെ സ്റ്റെപ്പ് ഇതിലും കുഴപ്പമില്ല, ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചാൽ മതി. ഫൈനൽ മൊമെൻറ്റിൽ ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കാണാൻ അതിൻ്റെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. നേരെ ഇത് മുതൽ തുടങ്ങിയാൽ മതി. ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ വാല്യൂ D = നിങ്ങൾ അങ്ങോട്ട് പഠിക്കുക, ഈ ആംഗിൾ Iയും ഈ ആംഗിൾ Eയും കൂട്ടുക, അതിൽ നിന്ന് ഈ A കുറച്ചാൽ മതി. എങ്ങനെ, ആംഗിൾ Iയും ആംഗിൾ Eയും കൂട്ടുക, അതിൽ നിന്ന് A കുറച്ചാൽ മതി. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ = I + E - A. ഈ രണ്ട് റിലേഷൻഷിപ്പ് എടുക്കുക. ഇനി നമ്മൾ മറ്റേ കണ്ടീഷൻ, ഏത് കണ്ടീഷൻ, മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ എഴുതുന്നു. മിനിമം ഡീവിയേഷൻ നമ്മൾ പറഞ്ഞിരുന്നു ആംഗിൾ Iയും ആംഗിൾ Eയും ഈക്വലാണ്. R1ഉം R2 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഈ ബേസിന് പാരലൽ ആയിട്ടായിരിക്കും ഈ ലൈറ്റ് റേ പോകുന്നത് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോ. പിന്നെ ആ സമയത്ത് സ്മോൾ ലെറ്റർ D വരെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ D എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ 1 രൂപം എങ്ങനെ മാറും, A =
ആർ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 2r, അതായത് a is equal to 2r or r is equal to a/2 വേണേ. അടുത്തത് ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ക്യാപിറ്റൽ ഡി ആവും, ഇയാൾ ക്യാപിറ്റൽ ഡി ആവും, i പ്ലസ് ഐ എന്നല്ല വരെ 2i എന്ന് വരും മൈനസ് എ. ഇതിൽ നിന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? i is equal to, നമുക്കത് റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ, i is equal to a plus d/2. ഓർത്ത് വെച്ചാൽ മതി, ഫൈനൽ മൊമെൻറ്റിൽ ഇതൊന്നും പഠിക്കാൻ സമയം ഉണ്ടാവില്ല കേട്ടോ. ഇത് റീഅറേഞ്ച് ചെയ്താൽ i is equal to a plus d/2. ഇത് നമ്മൾ നേരെ സ്നെൽസ് ലോ എടുക്കുന്നു. n2/n1 is equal to sin a by sin r. ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്, നമുക്കറിയുന്നതാണ് എയർ എന്താണ്? റിഫ്രാക്റ്റ് ഇൻഡെക്സ് 1 ആണ്, ഇയാൾ റിഫ്രാക്റ്റ് ഇൻഡെക്സ് n ആണ്. അപ്പോൾ നമ്മൾ നേരെ ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ n is equal to sin iക്ക് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കുന്നു, a plus d/2 ഡിവൈഡ് ബൈ r പകരം sin a/2. കഴിഞ്ഞു. 3 മുതൽ 4 മാർക്ക് വരെ കിട്ടും. ഈവൻ ഇതിൻ്റെ പ്രോബ്ലം വരും, ഒന്ന് ഓർത്ത് വെക്കട്ടോ, എളുപ്പമായിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചവരും ഒന്ന് ഒരു കമൻറ്റ്, ഒരു ഹാർട്ട് ഇമോജി ഇടണേ. എങ്കിൽ അടുത്ത ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ഇതും 3 മുതൽ 4 മാർക്ക് വരെ പോവാണ്. ഞാനൊരു കമ്പൈൻഡ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുകയാണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും അതിൽ നിന്ന് തിൻ ലെൻസ് ഫോർമുലയും ഡിറൈവ് ചെയ്യാനുള്ള ഒരു കമ്പൈൻഡ് ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. ചിലപ്പോൾ ABC ആയിട്ടായിരിക്കും ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫിഗർ മസ്റ്റാണ്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫിഗർ വരയ്ക്കണം. അപ്പോൾ നിങ്ങളൊരു കോൺവെക്സ് ലെൻസ് വരയ്ക്കാം. കോൺവെക്സ് ലെൻസിൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് നോക്കുന്നു. ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് നോക്കുന്നു. അപ്പോൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു ലൈറ്റ് റേ വരുന്നു. അപ്പോൾ ആദ്യം ABC എന്ന് പറഞ്ഞ സർഫസിലാണ് ഹിറ്റ് ചെയ്യുന്നത് കേട്ടോ. ABC എന്ന് പറഞ്ഞ സർഫസിൽ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ABC എന്ന് പറഞ്ഞ സർഫസിനെ സംബന്ധിച്ചോളം ഇതാണ് ഒബ്ജക്റ്റ്. അയാൾ ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് വെച്ചാൽ അയാളെ വിചാരം മൂപ്പര് റിഫ്ലക്ട് ചെയ്ത് ഇയാൾ എങ്ങനെ പോകുമായിരുന്നു അല്ലേ. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചോളം ഇവിടെയാണ് ആരുണ്ടാക്കുന്നത്? ഇമേജ് ഉണ്ടാക്കുന്നത്. ആരെ സംബന്ധിച്ചോളം? ABCയെ സംബന്ധിച്ചോളം. സോ സർഫസ് ABCയെ സംബന്ധിച്ചോളം N1 എന്ന് പറഞ്ഞ മീഡിയത്തിൽ നിന്ന് N2 എന്ന് പറഞ്ഞ മീഡിയത്തിലൂടെയാണ് ലൈറ്റ് റേ പോകുന്നത്. അയാളെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണ്. അതൊന്നും വലിയ പ്രശ്നമില്ല. അയാളെ സംബന്ധിച്ചോളം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U ആണ്. U is equal to U തന്നെ. എന്നാൽ ABCയെ സംബന്ധിച്ചോളം ഇമേജ് ഡിസ്റ്റൻസ് എവിടെ? ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസിന് നമ്മൾ V ഡാഷ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. V ഡാഷ് പ്രശ്നമില്ലല്ലോ. ഇനി സിമിലർലി ഈ ലൈറ്റ് റേ എന്തായിരുന്നു? ഈ ലൈറ്റ് റേ ശരിക്കും എങ്ങനെയാണ് പോയത്? ശരിക്കും അങ്ങനെ പോയോ? ഫസ്റ്റ് സർഫസ് റിഫ്രാക്ട് ചെയ്ത പോലെയാണോ പോയത്? അല്ല. അയാൾ എന്താ ചെയ്തത്? അയാൾ ഇങ്ങോട്ട് റിഫ്രാക്ട് ചെയ്തു. അപ്പോൾ ഇനി സെക്കൻഡ് സർഫസിലാണ് ലൈറ്റ് വരുന്നത്. സെക്കൻഡ് സർഫസിൽ ലൈറ്റ് വരുമ്പോൾ പുള്ളിക്ക് തോന്നുകയാണ് ഇത് എവിടുന്നോ വരികയല്ലേ. അപ്പോൾ പുള്ളിക്ക് തോന്നുകയാണ് ശരിക്കും ഒബ്ജക്റ്റ് ഇവിടെയാണെന്നാണ് ആർക്ക് തോന്നുന്നത്? ADC എന്ന് പറഞ്ഞ സർഫസിന് തോന്നുന്നത്. സോ ADCയെ സംബന്ധിച്ചോളം ഒബ്ജക്റ്റ് എവിടെയാണ്? I ഡാഷ് എന്ന് പറഞ്ഞ ഈ പോയിന്റിലാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ADCയുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് V ഡാഷിന് എഴുതാൻ കാരണം. ലോജിക് കിട്ടിയോ? ADCയുടെ ഒബ്ജക്റ്റ് എവിടെയാണ്? ഈ ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ടാണ് U is equal to V ഡാഷിന് ADC എഴുതാൻ കാരണം. അതേപോലെ പുള്ളി എവിടെ ശരിക്കും ഇമേജ് ഉണ്ടാക്കുന്നത്? പുള്ളി ശരിക്കും ഇവിടെ റിഫ്രാക്ട് ചെയ്ത് ഇവിടെ ഇമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് പുള്ളി ഇമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് പുള്ളിയുടെ ഇമേജ് ഡിസ്റ്റൻസ്. അതുകൊണ്ട് V equal to V തന്നെ. ലോജിക് കിട്ടി വിചാരിക്കുന്നു. ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ഇവിടെ സ്പെറിക്കൽ സർഫസിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതറിയണം. സ്പെറിക്കൽ സർഫസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാതെ പോയത് N2/V മൈനസ് N1/U is equal to N2 മൈനസ് N1. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? N1-ൽ നിന്ന് N2-ലോട്ട് ലൈറ്റ് റേ പോകുന്ന സമയത്താണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ N1-ൽ നിന്ന് N2-ലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ അതേപോലെ യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് N2/Vക്ക് വരാറാണ്, ഇവിടെ Vക്ക് വരാൻ V ഡാഷ് ആയിരിക്കും മൈനസ് N1/U അത് തന്നെ അല്ലേ. N2 മൈനസ് N1 ഡിവൈഡ് ബൈ R1. വാല്യൂ R1 ആണ്. ഇവിടെ നേരെ ട്വിസ്റ്റാണ്, കാരണം ഇവിടെ ലൈറ്റ് എവിടെ നിന്നാണ് പോകുന്നത്? N2-ൽ നിന്ന് N1-ലോട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള N1 N2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം. അപ്പോൾ അത് മാറ്റി ചെയ്താൽ നമുക്ക് കിട്ടും N1/V. ഇവിടുത്തെ വിൻ്റെ വാല്യൂ V തന്നെ മൈനസ് N2 ഇവിടെ യുവിൻ്റെ വാല്യൂ ആരാ? V ഡാഷ് ഈസ് ഈക്വൽ ടു നേരെ തിരിച്ച് ചെയ്താൽ N1 മൈനസ് N2 ഉണ്ടാവുക. ഞാൻ നേരെ തിരിച്ച് ചെയ്തു മൈനസ് ഓഫ് N2 മൈനസ് N1. ഒരു മൈനസ് ഇപ്പോഴായിട്ടാ പണി കഴിഞ്ഞില്ലേ, ഡിവൈഡഡ് ബൈ R2 കഴിഞ്ഞു. ഈ 1ഉം 2 ഞാൻ ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ 1ഉം 2 ആഡ് ചെയ്യുന്നു. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ N2 മൈനസ് V ഡാഷ് ഉണ്ട്, ഇവിടെ മൈനസ് N2/V ഡാഷ് ഉണ്ട്. രണ്ടും ആഡ് ചെയ്യുമ്പം ഈ രണ്ട് ടേമും കട്ടായി പോകും. അപ്പോൾ ഇനി ബാക്കി ഇവിടെ ആരാണ്ടാവുക? മൈനസ് N1/U. ഇവിടെ ആരാണ്ടാവുക? N1/V. അപ്പോൾ ഞാൻ അതിനെ തിരിച്ചെഴുതി N1/V മൈനസ് N1/U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 രണ്ടിലുണ്ട്, ഞാൻ കോമൺ എടുത്തു. അപ്പോൾ കോമൺ എടുത്താൽ N2 മൈനസ് N1 ഇൻ ബ്രാക്കറ്റിൽ ആരാ? കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി വരാ R1 ആണ്, ഇവിടെ ബാക്കി വരാ മൈനസ് R2 ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് R2 വരാൻ കാരണം. മനസ്സിലായവരൊന്ന് കമൻറ്റിൽ വീണ്ടും ഒരു ലൈക്ക് ബട്ടൺ ഇടണേ. ഈ പറഞ്ഞ സ്റ്റെപ്പ് മനസ്സിലായൊരു ലൈക്ക് ബട്ടൺ ഇടണേ. എങ്കിൽ ഒന്നുമില്ല, ഇനി എല്ലാ ടേമിനും ഞാൻ എന്ത് ചെയ്യുന്നു? N1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ N1 ഇവിടെ N1 ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ടേമിനും N1 ഡിവൈഡ് ചെയ്യുന്നു. പോരാത്തതിന് ഇവിടെയുള്ള N2-ൻ്റെ വാല്യൂ ഞാൻ എന്ത് കൊടുക്കുന്നു? 1 ആണെന്നും കൊടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ N1 കട്ടാവും, അപ്പോൾ 1/V ആവും. ഇവിടുത്തെ N1 കട്ടാവും, 1/U ആവും. ഇവിടുത്തെ N2-ൻ്റെ വാല്യൂ എന്താവും? 1 ആവും. ഇവിടെ N2/N1 അവിടെ എന്താവും? 1 ആവും. ഇവിടെ മൈനസ് ആവും അല്ലേ, സോറി മൈനസ് 1 ആവും, കട്ടായിട്ട് അല്ലേ. N1 കട്ടായിട്ട് 1 ആവും. റെഡി അല്ലേ? പ്രശ്നമില്ലല്ലോ.
അപ്പം ബാക്കി 1/r1 മൈനസ് 1/r2 ഈ ഇക്വേഷൻ വേണം, കാരണം തിൻ ലെൻസ് ഫോമിലേക്ക് ഈ ഡെറിവേഷൻ വേണം കേട്ടോ. ഇനി അടുത്ത ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ റിയൽ ലൈഫിൽ ഒരു ലെൻസ് ആണെങ്കിൽ നമ്മൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യും. ഇൻഫിനിറ്റിയിലേക്ക് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇമേജ് എവിടെ ചെയ്യും? ഇമേജ് ഫോക്കസിലായിരിക്കും ഫോക്കസ് ആവുക. അപ്പോൾ യുവിൻ്റെ വാല്യൂ ഇൻഫിനിറ്റോട്ട് എടുക്കുമ്പം വിൻ്റെ വാല്യൂ എഫ് ആവും. അപ്പോൾ നമ്മൾ ഇതിൽ ഈ കണ്ടീഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താവും? 1/∞ വാല്യൂ ഇത് 0 ആവും. അപ്പോൾ 1/v വരെ 1/f ആവും. സോ 1/f ഈസിക്കൽ ടു മറ്റേ ടേം 0 ആയിപ്പോൾ അല്ലേ? 1/f ഈസിക്കൽ ടു n-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇതിനെ വിളിക്കുന്ന പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞ സാധനം ഇത് ഓർത്ത് വെക്കണേ. ഇനി ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിൻ ലെൻസ് ഫോർമുല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡെറിവേഷൻ പഠിച്ചവർക്ക് നേരെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ തിൻ ലെൻസ് ഫോർമുല ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതുക ഈ ഇക്വേഷനിലെ നമ്മളെ ഒറിജിനൽ ലെൻസിൻ്റെ കണ്ടീഷൻ കൊടുക്കുന്നതിന് പകരം ഈ ഇക്വേഷനിൽ കൊടുക്കുക. അതായത് ഇക്വേഷൻ 3 എടുക്കുക, ഇക്വേഷൻ 4 കമ്പയർ ചെയ്യാം. 3ൻ്റെ RHSഉം 4ൻ്റെ RHSഉം ഒന്നല്ലേ? RHS രണ്ടും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ LHS എനിക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? LHS ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ ഇക്വേറ്റ് ചെയ്യുക? 1/f ഈസിക്കൽ ടു 1/v മൈനസ് 1/u. 1/f ഈസിക്കൽ ടു 1/v മൈനസ് 1/u. ഇതിനെ വിളിക്കുന്ന പേരാണടാ, ഇതിനെ വിളിക്കുന്ന പേരാണ് തിൻ ലെൻസ് ഫോർമുല. തിൻ ലെൻസ് ഫോർമുല. അപ്പോൾ അത് മാറിപ്പോകരുതേ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡെറിവേഷൻ മനസ്സിലായെങ്കിൽ ഓക്കെ കേട്ടോ. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. എഫക്റ്റീവ് പവർ ഓഫ് കോമ്പിനേഷൻ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്നിലധികം ലെൻസുകൾ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പവർ എങ്ങനെ അറിയോ? അതിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെൻസിൻ്റെ പവേഴ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ഇനി ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഓരോ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കൽ കിട്ടും കേട്ടോ. വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അടുത്ത മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ ഓരോ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി കേട്ടോ. സിമ്പിൾ. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. ഇക്വേഷൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ചെയ്യാനും പറ്റും. സൈൻ ആലോചിക്കണം കേട്ടോ. എങ്കിൽ അടുത്തത് ടെലിസ്കോപ്പും മൈക്രോസ്കോപ്പും. മൈക്രോസ്കോപ്പ് പഠിക്കാതെ പോകരുത്. മൈക്രോസ്കോപ്പിൽ 2 തരം മൈക്രോസ്കോപ്പ് ഉണ്ട്. ഒന്നാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഒരു ഫിഗറിൻ്റെ ഹെൽപ്പോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോൺവെക്സ് ലെൻസാണ്. ഒരൊറ്റ കോൺവെക്സ് ലെൻസാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഒരു കോൺവെക്സ് ലെൻസ് എടുക്കാം. അയാളുടെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? പൊതുവേ കുറവായിരിക്കണം. അപ്പോൾ വളരെ ചെറിയ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുക. തീർന്നോ? ഇല്ല. അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ഓഫ് സ്മോൾ ഫോക്കൽ ലെങ്ത് ആണ്. അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ അറിയോ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് എവിടെ ആയിരിക്കണം? നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് ഇയാളുടെ ഫോക്കസിൻ്റെ ഉള്ളിലായിരിക്കണം. ഇയാളുടെ ഫോക്കസിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലാണ് നമ്മൾ ആര് വെക്കുന്നത്? ഒബ്ജക്റ്റിനെ വെക്കുന്നത്. സോ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ലെൻസ്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആയി? 2 പോയിൻ്റായി. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇമേജ് എന്താ കിട്ടുക? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടി, കോൺവെക്സ് ലെൻസ്. നമ്മൾ ഈ ലെൻസ് എന്താണ്? നമ്മളെ കണ്ണിനോട് വളരെ ചേർന്നായിട്ട് വെക്കുക. വളരെ കണ്ണിനോട് ചേർന്നാണ് വെക്കുക. അതൊരു പോയിന്റ്. അടുത്ത പോയിന്റ് എന്താ അറിയോ? അപ്പം നമുക്ക് അവിടെ വളരെ മാഗ്നിഫൈഡ് ആയുള്ള ഒരു ഇമേജ് കിട്ടും. ആ ഇമേജിൻ്റെ പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇറക്റ്റാണ്, വെർച്വലാണ് ആൻഡ് മാഗ്നിഫൈഡ് ആണ് അല്ലേ? സോ ഒബ്ജക്റ്റ് ഇതാണ്, ഇമേജ് ഇതാണ്. ഇറക്റ്റാണ്, വെർച്വലാണ്, മാഗ്നിഫൈഡ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റിന് കുറച്ച് പിറകിലായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ണ് വെച്ച് നമ്മൾ ഫോക്കസ് ചെയ്യും. നമ്മളെ കണ്ണിൻ്റെ നിയർ പോയിന്റിലേക്ക് ഇയാൾ എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഇതിനെയാണ് നിയർ പോയിന്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്നും പറയും. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. അപ്പോൾ ഈ ഡീൻ്റെ വാല്യൂ 25 സെൻറ്റിമീറ്റർ ആണ് ഒരു ഹെൽത്തി ഹ്യൂമൻ ഐക്ക്. ഓർത്ത് വെച്ചല്ലോ. ഇനി ആളുടെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ നോർമൽ കേസിൽ 1+d/f എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഫോക്കൽ ലെങ്ത് എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം മാഗ്നിഫിക്കേഷൻ കൂടും. സോ അതുകൊണ്ടാണ് നമ്മൾ കോൺവെക്സ് ലെൻസിൽ ചെറിയ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസസ് യൂസ് ചെയ്യാൻ കാരണം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ ടോപ്പിക് കഴിഞ്ഞു കേട്ടോ. സിമ്പിൾ മൈക്രോസ്കോപ്പ് പഠിച്ചെങ്കിൽ നമുക്ക് നേരെ അടുത്ത കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലോട്ടോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ കുറച്ച് എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇവിടെ 2 ലെൻസ് ഉണ്ടാവും. രണ്ടും എന്താണ്? കോൺവെക്സ് ലെൻസുകളാണ്. സോ ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ഉണ്ടാവും. ഇവിടെ ഒരു ഐ പീസ് എന്ന് പറഞ്ഞൊരു കോൺവെക്സ് ലെൻസ് ഉണ്ടാവും. സിമ്പിളാണ്. നമ്മളെ കണ്ണിൻ്റെ അടുത്തുള്ളത് ആരാ? ഐ പീസ്. ഒബ്ജക്റ്റിൻ്റെ അടുത്തുള്ള ആരാ? ഒബ്ജക്റ്റീവ്. ഇത്രയും കൂടി ആലോചിക്കുക. ഈ രണ്ടും കോൺവെക്സ് ലെൻസ് ആണെങ്കിലും ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഇയാളെ ഫോക്കൽ ലെങ്ത് FO എന്നായിരിക്കും, ഇയാളെ ഫോക്കൽ ലെങ്ത് FE എന്നായിരിക്കും. ഇതിൽ FO അതായത് ഒബ്ജക്റ്റിൻ്റെ ഫോക്കൽ ലെങ്ത് ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്തിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. എങ്ങനെ ആലോചിച്ചാൽ മതി? ഒബ്ജക്റ്റ് വളരെ ചെറുതല്ലേ, അപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് വളരെ ചെറുത്. ഐ പീസ് കുറച്ച് വലുതല്ലേ, അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറച്ച് കൂടുതൽ. കമ്പാരിറ്റീവ്ലി ആരാ കൂടുതൽ? FE ആണ് വലുത്. യെസ്, സെറ്റ്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് 2 കോൺവെക്സ് ലെൻസസ്, ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. മനസ്സിലായി? അടുത്ത പോയിന്റ് ഫോക്കൽ ലെങ്ത് ആൻഡ് അപ്പേച്ചർ എന്ന് പറഞ്ഞാൽ സൈസ് ആണ് കേട്ടോ. ഓഫ് ഒബ്ജക്റ്റീവ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഐ പീസ്. ഐ പീസ് ആണ് വലുത്, FE ആണ് വലുത്, FO. അടുത്ത ആരാ?
ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ്. ഈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ ബിയോണ്ട് നമ്മൾ പ്ലേസ് ചെയ്യും. ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ പിറകിലാണ് നമ്മൾ ആര് വെക്കുന്നത്, ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിനെ വെച്ചു ഒരു പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ലൈറ്റ് റേ വരയ്ക്കുന്നു, അയാൾ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും, മറ്റൊന്ന് ഒപ്റ്റിക് സെൻ്ററിലൂടെ ലൈറ്റ് വരയ്ക്കും, അത് വിത്തൗട്ട് ഡീവിയേഷൻ കടന്നു. ഇവ രണ്ടുപേരും കൂട്ടിമുട്ടി. ഈ കൂട്ടിമുട്ടുന്ന ഇമേജ് ഇല്ലേ, അത് എവിടെ ഉണ്ടാകുന്ന കൂട്ടിമുട്ടുന്ന ഇമേജ് എവിടെ ഉണ്ടാകുന്ന വെച്ചാൽ ഈ ഐ പീസ് ഇല്ലേ, ഈ ഐ പീസിൻ്റെ ഫോക്കസ് ഇല്ലേ, ഐ പീസിൻ്റെ ഫോക്കസ് അതിൻ്റെ ഉള്ളിലാണ്. ഐ പീസ് ലെൻസിൻ്റെയും അയാളുടെ ഫോക്കസിൻ്റെയും ഇടയിലായിരിക്കും ഈ ഇമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പരിപാടി തന്നെ, ഫോക്കസിൻ്റെയും ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഇടയിലുണ്ടായാൽ അയാൾ സിമ്പിൾ മൈക്രോസ്കോപ്പായിട്ട് ആക്ട് ചെയ്യും. അതന്നെ അവിടെ സംഭവിക്കുന്നത്. ഇപ്പം ഈ ഐ പീസ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പായിട്ട് ആക്ട് ചെയ്യും. സോ ഐ പീസ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പായിട്ട് എന്ത് ചെയ്യും, ഓൾറെഡി ഇവിടെ ഉണ്ടായ മാഗ്നിഫൈഡ് ഇമേജിനെ ഒന്നും കൂടി മാഗ്നിഫൈ ചെയ്യും. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ റേ ഡയഗ്രാം മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇവർ ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ കണ്ണിലോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന രണ്ട് റേസാണ്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താ, വളരെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. സെറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ആരാണ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ അകത്ത് ആക്ച്വലി ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ആര്, ഐ പീസ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് പറയുന്നത് ഇമേജ് ഫോൾസ് വിത്തിൻ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് കിട്ടി. ഐ പീസ് ആക്ട് ആസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ. അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കണ്ണിന് നമ്മൾ ഫോക്കസ് ചെയ്യും. ഇനി ഒരു ഡിസ്റ്റൻസ് കൂടിയുണ്ട്. ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും ഐ പീസ് ലെൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ ട്യൂബ് ലെങ്ത് എൽ എന്ന് വിളിക്കും കേട്ടോ. ട്യൂബ് ലെങ്ത് എൽ എന്ന് വിളിക്കും. അപ്പോൾ ഇനി മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനാണ് എൽ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എഫ് ഒ ഇൻറ്റു എഫ് ഇ എന്നാണ് നമ്മൾ വിളിക്കാറ് കേട്ടോ. മാഗ്നിഫിക്കേഷൻ എം ഈസ് ഇക്വൽ ടു എൽ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എഫ് ഒ ഇൻറ്റു എഫ് ഇ. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ഫോക്കൽ ലെങ്ത് ആരൊക്കെ ഫോക്കൽ ലെങ്ത്, ഐ പീസിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെയും രണ്ടിൻ്റെയും ഫോക്കൽ ലെങ്ത് കുറയും തോറും മാഗ്നിഫിക്കേഷൻ എന്ത് ചെയ്യും, കൂടുകയാണ് ചെയ്യുക. സോ കമ്പാരിറ്റീവ്ലി ഇതിൽ ഇയാളാണ് കുറവെങ്കിലും മൊത്തത്തിൽ വരെ ഫോക്കൽ ലെങ്ത് കുറവാണ്. അയാളെ ഫോക്കൽ ലെങ്ത് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം മാഗ്നിഫിക്കേഷൻ കൂടും. ഓർത്ത് വെക്കണേ. ഇനി ഒരു ടെലിസ്കോപ്പും കൂടിയുണ്ട്. വീഡിയോ കംപ്ലീറ്റ് ഇതുവരെ കണ്ടവരൊന്ന് കംപ്ലീറ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യണേ. ഈ സ്ലൈഡും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഹാപ്പി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സ്നേഹം കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ വർക്കിംഗ് ഓഫ് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്, ഇത് വേഴ്സ്റ്റ് കേസിലാണ് എക്സാമിന് വരാറ്, വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരെ തിരിച്ചാലോചിച്ചാൽ മതി. ഇവിടെ രണ്ട് കോൺവെക്സ് ലെൻസ് ഉണ്ടായിരുന്നു. ഇത് ഒബ്ജക്റ്റീവ് ചെറുത്, ഐ പീസ് വലുത്. നേരെ തിരിച്ച് കഴിഞ്ഞാൽ ആരാ, ഒബ്ജക്റ്റീവ് വലുതും ഐ പീസ് ചെറുതും. ഇത്രയേ ഉള്ളൂ. കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. സോ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒബ്ജക്റ്റീവിന് ഫോക്കൽ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് എഫ് ഒ, ഇയാളെ ഫോക്കൽ ലെങ്ത് എഫ് ഇ. അപ്പോൾ ആരാ, എഫ് ഒ വിൽ ബി ഗ്രേറ്റർ ദാൻ എഫ് ഇ ആയിരിക്കും. ഒബ്ജക്റ്റീവ് ആയിരിക്കും ഫോക്കൽ ലെങ്ത് ഗ്രേറ്റർ ദാൻ ഐ പീസ്. ഓക്കെ, ക്ലിയർ അല്ലേ? റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് ടു കോൺവെക്സ് ലെൻസ്, ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. ഫോക്കൽ ലെങ്ത് ആൻഡ് അപ്പേർച്ചർ ഓഫ് ഒബ്ജക്റ്റീവ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഐ പീസ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അത് ചെരിഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾ വരച്ചാൽ മതി കേട്ടോ. എൻസിആറിലെ ഫിഗറാണ്. ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. ലൈറ്റ് റേസ് വരുന്നു. അപ്പോൾ ലൈറ്റ് റേ എങ്ങനെ വരുന്നു, അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ആൽഫ എന്ന് എടുക്കാം. ഈ ലൈറ്റർ ഒപ്റ്റിക് സെൻ്ററിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആൽഫ. അത് വലുതാവും ചെറുതാവും, നമുക്ക് ആൽഫ എന്ന് മാർക്ക് ചെയ്യാം. ആ ലൈറ്റ് റേസ് ഇങ്ങനെ പോയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇയാൾ ഇവിടെ കൂട്ടിമുട്ടി അല്ലേ, അതെന്ത് ചെയ്യുന്നു, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് രണ്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. സോ ഇവരിങ്ങനെ ഡീവിയേറ്റ് നമ്മളെ കണ്ണിലോട്ട് വരും കേട്ടോ. സോ നമ്മളെ കണ്ണിന് എന്താ ഫീൽ ചെയ്യുക, നമ്മളെ കണ്ണിന് ഫീൽ ചെയ്യുക ഇയാൾ ഇവിടെ അടുത്തുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. വളരെ ദൂരമുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും നമ്മളെ കണ്ണിന് ഫീൽ ചെയ്യുക എന്താ, ഇവർ വെച്ച് കൂട്ടിമുട്ടിയിട്ട് ഒരു ഇമേജ് ഉണ്ടാകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതാണ് പരിപാടി. ദൂരമുള്ള ഒബ്ജക്ട്സിനെ അടുത്ത് കാണിക്കുന്നതാണ്. അത്ര ഡീറ്റെയിലേക്ക് പോകണമെന്നില്ല. ഫിഗർ പഠിക്കുക, നേരെ അതിൻ്റെ ഇക്വേഷൻസിലോട്ട് വരാം. സോ ഐ പീസ് എന്ത് ചെയ്യും, മാഗ്നിഫൈ ചെയ്യും. ഐ പീസ് ഒന്നും കൂടി ഇത് മാഗ്നിഫൈ ചെയ്തിട്ട് ഒരു ഫൈനൽ ഇമേജ്, ഇൻവേർട്ടഡ് ആയുള്ള ഒരു ഇമേജാണ് വരിക കേട്ടോ. ഇനി ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. മാഗ്നിഫിക്കേഷൻ ഒന്ന് എഴുതണമെങ്കിൽ ഈ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത്, മാഗ്നിഫിക്കേഷൻ എം ഈക്വൽ ടു എഫ് ഒ ബൈ എഫ് ഇ. അതല്ലെങ്കിൽ ഇവിടെ മറ്റൊരു ആംഗിൾ കൂടിയാണ് ബീറ്റ. നമ്മൾ കണ്ണില്ലേ, നമ്മളെ കണ്ണിലോട്ട് വരുന്ന റേൻ്റെ ഇവിടുത്തെ ഒരു ആംഗിൾ ബീറ്റ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ആംഗിൾ ബീറ്റ ആയിട്ടും പറയാം. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ നമുക്ക് ആവശ്യം വരാറില്ല. ആ ബീറ്റ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ആംഗിൾ ആൽഫ ചെയ്താൽ മാഗ്നിഫിക്കേഷൻ കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ടോപ്പിക് കൂടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ രാത്രി 7 മണി ലൈവ് മറക്കരുത്. കംപ്ലീറ്റ് ആയവർ ഒരു ഹാർട്ട് ചിഹ്നം കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ നോട്ട് വേണമെങ്കിൽ ഇന്ന് തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തോ. ഇന്ന് അയക്കും. എജ്യുബോട്ട് ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.